വിദ്യ മൂല്യമാണ്, അപൂർവ വിദ്യ അമൂല്യമാണ്. കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, നേരത്തെ തന്നെ. അതാണല്ലോ എഴുതി വെച്ചത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ള വാചകങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടും വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള വിദ്യകളുണ്ട് അല്ലേ? നമുക്ക് ജന്മസിദ്ധമായ കുറച്ച് കഴിവുകളുണ്ട്, പിന്നെ നമ്മൾ ആർജിച്ചെടുത്ത കഴിവുകളുണ്ട് അല്ലേ? ചിലർ നന്നായി പടം വരയ്ക്കും, അതവർക്ക് ജന്മനാ കിട്ടിയ ഒരു വാസനയാണ്. ചിലർ പഠിക്കും, പടം വരയ്ക്കാൻ പഠിച്ചിട്ട് വരയ്ക്കും അല്ലേ? അപ്പം അതായത് രണ്ട് തരം, അതാണ് ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇതെന്ന്. പിന്നെ ചിലർക്ക് അപൂർവമായ വിദ്യയുണ്ട്. അതായത് അപൂർവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതല്ല, കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക കഴിവാണ് ആ ചിലർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഈ അപൂർവമായിട്ടും അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് നമുക്ക് തോന്നും. അയ്യോ, അതങ്ങനെ എങ്ങനെ പറ്റുന്നു? അത് താഴെ വീഴത്തില്ല, അതെങ്ങനെ കൈകൊണ്ട് പിടിച്ചേക്കുന്നു, അല്ലെങ്കിൽ തലയിൽ വെച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാം. അത് എന്ത് നന്നായിട്ട് പടം വരച്ചിരിക്കുന്നു, അതെങ്ങനെ സംഭവിച്ചു? നമുക്ക് അത്ഭുതം തോന്നിപ്പോവും അല്ലേ? കാരണം അതങ്ങനെ എല്ലാവർക്കും ഉള്ള ആ ഒരു കഴിവല്ല. അപ്പോൾ വിദ്യ എന്ന് പറയുന്നത് ഒരു അറിവ്, അത് എന്തിനെക്കുറിച്ചുള്ളത് അറിവാണ്. വിദ്യ എന്ന് പറയുന്നത് അറിവാണ്. അത് ഏതിനെക്കുറിച്ചുള്ള അറിവായാലും ആ വിദ്യ തന്നെ. അപ്പോൾ അത് ഒരു മൂല്യമുള്ള കാര്യമാണ് അല്ലേ? മൂല്യം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനൊരു പ്രാധാന്യം എന്ന് വേണമെങ്കിൽ ഒരു വാക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. അതപ്പം അത്ര പ്രാധാന്യമുള്ള ഒന്നാണ്, അല്ലെങ്കിൽ മൂല്യമുള്ള ഒന്നാണ്. അതുപോലെ തന്നെയാണ് അപൂർവമായിട്ടുള്ള വിദ്യ എന്ന് പറയുന്നത്. അത് അമൂല്യമാണ്. വിദ്യ എന്നത് മൂല്യമാണെങ്കിൽ അപൂർവ വിദ്യ എന്നത് അമൂല്യമാണ്. എന്നാലോചിച്ചിട്ട് വിദ്യ അതൊരു കഴിവാണ് അല്ലേ? നമുക്ക് നേടിയെടുക്കാൻ. അപ്പോൾ അത് മൂല്യമുള്ള കാര്യമാണ്, പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പം പിന്നെ അമൂല്യമായത് എന്താണ്? അപൂർവമായിട്ടുള്ള വിദ്യ ആണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെ, ഒന്നിനിത്തിരി അപൂർവത കൂടുതലുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ വിദ്യ, ഏത് രീതിയിലുള്ള വിദ്യയും നമ്മൾ നേടിയെടുക്കുന്നത് നമുക്ക് ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പോൾ ഏത് ഉയർന്ന കോഴ്സുകൾ പഠിച്ചാലും അതിനൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ കൈത്തൊഴിൽ എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള കഴിവുകൾ കൂടി നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ കൂടി വളർത്തിയെടുക്കുക. അതായത് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ജോലിക്കൊപ്പം തന്നെ ആ ഡാൻസും കൂടെ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെ വരയ്ക്കുന്നവരാണെങ്കിൽ വരയ്ക്കാൻ അല്ലേ? പാട്ട് പാടുന്നവരാണെങ്കിൽ പാട്ട് അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ തന്നെ നമുക്കറിയാം, കുഞ്ഞു ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ ഈ പാട്ടും ഡാൻസും ചിത്രരചനയും എല്ലാം തന്നെ നമ്മുടെ പഠിത്തത്തിനൊപ്പം തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഇപ്പോഴത്തെ എനിക്കറിയില്ല, നേരത്തെ തൊട്ടും ഇതിനൊക്കെ പ്രത്യേകം ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഉള്ള ജന്മസിദ്ധമായ ആ വാസനകൾ എന്തൊക്കെയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവരതിനെ പ്രോത്സാഹിപ്പിക്കും, മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോകും ഇല്ലേ? അങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ ആ കഴിവിനെ ആ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? അത് പൂർണ്ണമായിട്ടും പുറത്തേക്കെടുക്കാനുള്ള അവരുടേതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അതിലവർ വിജയിക്കുകയും ചെയ്യും. അതിനൊക്കെയാണല്ലോ ഈ കലോത്സവങ്ങളും മറ്റും വെച്ചേക്കുന്നത്. പിന്നെ കായികോത്സവം തന്നെ ഉണ്ടല്ലോ അല്ലേ? ഓട്ടം, ചാട്ടം അല്ലേ? അങ്ങനെയൊക്കെ ഉള്ള കുറേ കായികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതും ഒരു കഴിവല്ലേ? അപ്പം ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രമേളകളും മറ്റുമൊക്കെ ഉണ്ട്, സയൻസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പഠിത്തം എന്നതിൽ കൂടി തന്നെ ഇത്തരത്തിലുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അത് വികസിപ്പിച്ചെടുത്തുകൊണ്ട് വരാനും ഉള്ള ശ്രമങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാം തന്നെ കുട്ടികൾക്ക് ഏതൊക്കെ കഴിവുണ്ടോ അതിനെ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കാനാണ് ഓരോ സ്കൂളിലെ
ടീച്ചേഴ്സും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് കഴിവിലാണ് നിങ്ങൾ ശോഭിക്കുക എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ആദ്യമേ തിരിച്ചറിയണം. അപ്പോൾ അതിന് നമുക്ക് കുഞ്ഞിൽ നമുക്ക് സ്വയം മനസ്സിലാകണമെന്നില്ല. അപ്പോഴാണ് നമുക്ക് മറ്റു ടീച്ചേഴ്സ് നമ്മളെ സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മടി പിടിച്ചിരിക്കാതെ നമ്മൾക്ക് കുഞ്ഞിലെ കേൾക്കുമ്പോൾ വലിയ നാണമൊന്നും തോന്നുന്നില്ല, തെറ്റുമോ ചമ്മല. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയില്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്നേ ടീച്ചേഴ്സ് അത് മനസ്സിലാക്കിയാൽ പിന്നീട് അവരെ ആ ഒരു വഴിയെ തന്നെ നടത്തിക്കൊണ്ടുവരാൻ ടീച്ചേഴ്സിനും പറ്റും. അതായത് നിങ്ങളുടെ ആ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനും പറ്റും. നിങ്ങൾക്ക് ആ മേഖലയിൽ ഉയരങ്ങളിലേക്ക് എത്താനും പറ്റും. അപ്പോൾ വിദ്യ എന്നത് മൂല്യമുള്ളതാണ് അല്ലേ. അപൂർവ വിദ്യ എന്ന് പറയുന്നത് അമൂല്യമാണ്. അമൂല്യ രത്നങ്ങൾ എന്ന് പറയുന്ന പോലെ വിലമതിക്കാനാവാത്തത് ഒന്നാണ് ഈ വിദ്യ. ശരിയല്ലേ. അപ്പോൾ അവരവരുടെ കയ്യിലുള്ള അമൂല്യ വിദ്യകൾ എന്തൊക്കെയാണ്, അമൂല്യമായ വിദ്യകൾ എന്ന് പറയുന്നത് അപൂർവ വിദ്യകൾ അതെന്തൊക്കെയാണ്, എന്തൊക്കെ വിദ്യകൾ നമ്മളുടെ കയ്യിലുണ്ട് അല്ലേ എന്നൊക്കെ മനസ്സിലാക്കി ഇനിയും സമയം ഒരുപാട് കിടപ്പുണ്ട് സ്വന്തം കഴിവുകളെ കണ്ടെത്താനും അത് ലോകം മുഴുവൻ അറിയിക്കാനും. അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുക. വാർദ്ധക്യം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും ഒരുപാട് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമാണ് അവരുടെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നേർന്ന് കിടക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊടി തട്ടിയൊക്കെ എടുക്കുക. ആ കഴിവുകളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വീണ്ടും എടുക്കട്ടെ. ചിത്രരചനയോ എഴുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും അങ്ങോട്ട് തുടങ്ങുക. ഓക്കെ.